ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് സൂഫി മന്തിയിലോട്ടാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂരിലുള്ള എല്ലാവർക്കും അറിയാം, നമ്മുടെ മന്തികളിൽ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് സൂഫി മന്തി. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കോഴികളെയൊക്കെ നിർത്തിപ്പൊരിക്കണം നമുക്ക് കാണാം. അങ്ങനത്തെ ഉള്ളിലോട്ട് കയറി ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ എപ്പോൾ വന്നാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷേ നമ്മൾ നിരാശരാക്കാറില്ലേ, പെട്ടെന്ന് തന്നെ സ്ഥലമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് കൈയൊക്കെ കഴുകി സ്ഥലമൊക്കെ അന്വേഷിച്ച് അപ്പോൾ ഒരു ടേബിൾ ഭാഗ്യത്തിന് ഫ്രീ ആയിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓടിച്ചാടി അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ മെനു നോക്കില്ലേ. അങ്ങനെ മെനു നോക്കുന്നതാണ് കേട്ടോ അടുത്ത രംഗം. ഹലോ, എന്താണ് പരിപാടി? നമ്മളിത് കയറിയിരുന്നപ്പോൾ തന്നെ അവർ സാലഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞും അതൊക്കെ ഇരുന്ന് കഴിച്ചു തുടങ്ങി. അങ്ങനെ മെനു കാർഡ് വന്നു. മെനു കാർഡ് ഞങ്ങൾ നോക്കി. അപ്പോൾ ഞങ്ങൾ പെരി പെരി അൽഫാം കഴിക്കാമെന്ന് വെച്ചിട്ടോ. അതിന് മുന്നേ ഞങ്ങൾ വേറെ ഏതോ ഒരു വട്ടം വന്നപ്പോൾ ഞങ്ങൾ ഏതോ ഒരു സ്മോക്കിംഗ് മന്തിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഞങ്ങൾ അഫ്ഗാനല്ല വേറെ എന്തോ ഒരു സാധനം കഴിച്ചിട്ട് കുളമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചത്ര സ്പൈസി അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഓക്കെ പെരി പെരി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ മെനു കാർഡ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇവിടുന്ന് മന്തി കഴിക്കാത്തവർ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം അത്ര ടേസ്റ്റിയാണ്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ പെരി പെരി അൽഫാം മന്തി എത്തി. പിന്നെ എന്താ പറയുക, ചുറ്റുള്ളതൊന്നും ഓർമ്മയില്ല എന്ന് പറയില്ലേ, ഞങ്ങൾ വേഗം ഷടപടേന്ന് കഴിച്ചു തുടങ്ങിയിട്ടാ. അപ്പോൾ കുഞ്ഞുവിനൊരു പ്ലേറ്റ് കൊടുത്തു. പിന്നെ അവൻ സാലഡിൻ്റെ ആളാണ് കേട്ടോ. ഞാൻ സാലഡ് തൊടുകയില്ല, പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സാലഡ്. അവൻ നന്നായി കഴിച്ചോളും. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് സാലഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാ. കുറച്ചധികം നാളായിരുന്നു ഞങ്ങൾ മന്തി കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ആക്രാന്തം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ മന്തി എന്ന് പറയും വേണ്ട, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തൃശ്ശൂർ ഒന്ന് സൂഫി മന്തിയിലും പിന്നെ നമ്മുടെ മെഹന്തി എന്ന് പറഞ്ഞിട്ടൊരു മന്തിക്കട ഉണ്ടല്ലോ തൃശ്ശൂരും, അവിടുത്തെ മന്തിയാണ് കേട്ടോ രണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റായിട്ടുള്ള കടകൾ. അപ്പോൾ ഞങ്ങളിതേ മന്തി കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ കുഞ്ഞുനും ഞങ്ങൾ ജസ്റ്റ് വിളമ്പി കൊടുത്തു വിട്ടു, അവൻ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവൻ ചില സമയങ്ങളിലൊക്കെ തന്നെ കഴിക്കാറുണ്ട്. 1-2 വായൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിൽ വെച്ച് കൊടുക്കേണ്ടി വരും. എന്നാലും പിന്നെ അവനൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അങ്ങനെ ചുമ്മാ അവൻ്റെ പ്ലേറ്റിലും കുറച്ച് വിളമ്പിയൊക്കെ കൊടുത്തു വിട്ടാം. അങ്ങനെ അവരുടെ സ്പെഷ്യൽ മയോണൈസും പിന്നെ അവരുടെ ടൊമാറ്റോ സോസും ഒക്കെ എടുത്ത് ഞാൻ നല്ല പോലെ കഴിക്കാൻ തുടങ്ങിയിട്ടോ. ഞാനിപ്പോൾ ഫുഡ് കഴിച്ച് നല്ലപോലെ വണ്ണം വെച്ചിട്ടുണ്ട്. എന്നാലും മന്തി കാണുമ്പോൾ നമ്മളതൊന്നും ഓർക്കില്ല, അതാണ് നല്ലപോലെ കഴിക്കും. ഇപ്പം തന്നെ അത് കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റി ആയിരുന്നു കേട്ടോ അവരുടെ പെരി പെരി അൽഫാം. അങ്ങനെ മന്തിയായിട്ടുള്ള യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചു. ഞങ്ങൾ കഴിക്കാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളത്തെ ആക്രാന്തം അങ്ങനെ ഞങ്ങൾ തീർത്തു. മന്തി കഴിച്ച് അവശരായിരിക്കുകയെന്ന് കേട്ടിട്ടില്ലേ, മത്ത് പിടിച്ചിരിക്കുകയെന്ന് കേട്ടില്ലേ, ആ അവസ്ഥയിലാണ് കേട്ടോ ഇപ്പം ഇരിക്കുന്നത്. കോഴിക്കാലിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ കുഞ്ഞുവിന് ജസ്റ്റ് വായിൽ വെച്ച് കൊടുത്താണ് കേട്ടോ. അവനിങ്ങനെ ചുമ്മാ കോഴിക്കാല് വീട്ടിലൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവന് ചുമ്മാ വായിൽ വെച്ച് കൊടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മന്തി കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ പെപ്സി, കൊക്കക്കോള, സ്പ്രൈറ്റൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ ഇവനുണ്ടായതിന് ശേഷം നമുക്ക് അങ്ങനെ നടക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ച് കഴിക്കേണ്ട അവസ്ഥയാണ്. അവന് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു ലൈമൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം മന്തി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടേക്ക് എന്തായാലും വരണം കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.